ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ എൻഡിഎയിലെത്തിക്കാൻ തിരക്കിട്ട നീക്കങ്ങൾ. ബിജെപി പിന്തുണയിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി ആയേക്കും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകുമെന്നും സൂചനയൊക്കെയുണ്ട്. ഏതായാലും വിവരങ്ങളുമായി ഇപ്പോൾ സിബി ചേരുകയാണ്. സിബി, അതായത് എൻഡിഎയിലേക്ക് നിതീഷ് കുമാർ പോകുന്നു എന്ന് ഉറപ്പിക്കുകയാണോ ഇപ്പോഴത്തെ പുറത്തുവരുന്ന വാർത്തകൾ? തീർച്ചയായും മനു, അത് തന്നെയാണ്. ഇപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയും JDU ദേശീയ അധ്യക്ഷനുമായ നിതീഷ് കുമാർ വീണ്ടും NIA-യിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ വലിയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇത്തരത്തിൽ BJP-ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJP വീണ്ടും ഈ നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിൽ നിന്നും ഒരു അടർത്തിലെക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി തിരക്കിട്ട ചർച്ചകൾക്കാണ് ഇപ്പോൾ ദില്ലിയിൽ വേദിയാവുന്നത്. എന്ത് വില കൊടുത്തും നിതീഷിനെ സ്വന്തം ഈ NDA പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ BJP ഉള്ളത്. ഇതിന്റെ ഭാഗമായി തന്നെ ചില ചർച്ചകൾ നടന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ബീഹാറിലെ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പോൾ കേൾക്കുന്നത്? ഈ മഹാസഖ്യ സർക്കാർ മാറി BJP പിന്തുണയോടെ നിതീഷ് വീണ്ടും NDA സർക്കാർ ഉണ്ടാക്കുമെന്ന സൂചനകളൊക്കെയാണോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇനി BJP-യുടെ പിന്തുണയോടുകൂടെ ബീഹാറിൽ നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ BJP ഇപ്പോൾ നിലവിൽ നമുക്കറിയാം 2020 നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJP 78 സീറ്റ് നേടിയിരുന്നു. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുമായിരുന്നു. പക്ഷെ അന്ന് മുഖ്യമന്ത്രി സ്ഥാനം നിതീഷ് കുമാർ നൽകിയെങ്കിലും 2022 വീണ്ടും ഈ BJP-യിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് JDU-വിനെ പിളർത്താൻ ശ്രമിക്കുന്നു ആരോപിച്ച് മുഖ്യമന്ത്രി പദം രാജിവെച്ച് NDA വിട്ട് നിതീഷ് കുമാർ വീണ്ടും കോൺഗ്രസിന്റെയും RJD-യുടെയും പിന്തുണയോടെ വീണ്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. ഇപ്പോൾ വീണ്ടും 2023 ആകുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ്ടും ഈ NDA-യിലേക്ക് പോകുന്നു. അവിടെ BJP പിന്തുണ നൽകിക്കൊണ്ട് വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകുമെന്നും മാത്രമല്ല 2 ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ BJP-ക്ക് നൽകുമെന്നുള്ളതും നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നു. എന്തായാലും ഈ മഹാസഖ്യ പാളയത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? RJD-യുടെ ഒക്കെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ? ഇതിൽ ബീഹാറിലെ ഒരു മാറ്റം ഉറപ്പാണെന്നാണ് BJP MLA ആയ ജ്ഞാനേന്ദ്ര സിംഗ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതായത് നിതീഷ് കുമാർ മാറ്റത്തിന് തയ്യാറാണ്. BJP-യുമായി ചർച്ചകൾ നടത്തി തീരുമാനം എടുത്തു കഴിഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്നാണ് ജ്ഞാനേന്ദ്ര സിംഗ് അറിയിച്ചത്. മാത്രമല്ല ഈ ഞായറാഴ്ച തന്നെ 28-ാം തീയതി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ BJP-യുടെ പിന്തുണയോടെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയേക്കും എന്നൊരു വാർത്ത കൂടി വരുന്നു. അതേസമയം തന്നെ ഈ നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി അങ്ങനെയെങ്കിൽ ഇത് ഈ വാർത്തയിൽ വസ്തുത പൂർണ്ണമായും ഉണ്ടെങ്കിൽ എന്ത് രാഷ്ട്രീയ വിശ്വാസ്യതയാണ് നിതീഷ് കുമാറിന് ഉള്ളത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിൽക്കുന്നില്ലേ? കാരണം ഇത് എത്രാമത്തെ തവണയാണ് മുന്നണിയും സംവിധാനങ്ങളും ഒക്കെ നിതീഷ് മാറുന്നത് സമീപകാലത്ത് തന്നെ. അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം മറുവശത്ത് മഹാസഖ്യം ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉയർത്തിക്കൊണ്ടുവരില്ലേ? തീർച്ചയായും മനു, നമുക്കറിയാം 2014 വരെ ഏറെ വർഷക്കാലമായി NDA-യുടെ സഖ്യകക്ഷിയായിരുന്നു ഈ നിതീഷ് കുമാറിന്റെ പാർട്ടി. പക്ഷെ പിന്നീട് 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വന്നതോടെയാണ് നിതീഷ് കുമാർ ആ NDA സഖ്യം വിട്ട് 2015 ഒരു മഹാസഖ്യം രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഈ രാഷ്ട്രീയ എതിരാളിയായിരുന്ന ലാലു പ്രസാദ് യാദവിന്റെ RJD-യുമായി കൈകോർത്ത് ഒരു സഖ്യം ഉണ്ടാക്കിയത്. അങ്ങനെ 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മഹാസഖ്യം അധികാരം പിടിക്കുകയും നിതീഷ് കുമാർ അന്ന് മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. എന്നാൽ 2017 വീണ്ടും ഈ മഹാസഖ്യം പിളരുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ലാലുവിനെയും കോൺഗ്രസിനും വിട്ട് പിന്നീട് നിതീഷ് കുമാർ NDA മുന്നിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ 2017 BJP-യുടെ പിന്തുണ പിന്നീട് മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുകയും ചെയ്തു. പിന്നീട് 2020 നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 77 സീറ്റ് നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെങ്കിലും നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് 2020 ഈ NDA പിന്തുണയോടെ ഇത്തരത്തിൽ നിതീഷ് കുമാർ തുടരുകയായിരുന്നു. എന്നാൽ 2022 പിന്നീട് ഈ സഖ്യകക്ഷിയായ BJP തന്റെ പാർട്ടിയായ JDU-വിനെ പിളർത്താൻ ശ്രമിക്കുന്നു ആരോപിച്ച് മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ച് NDA വിടുകയും പിന്നീട് കോൺഗ്രസിന്റെയും RJD-യുടെയും പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയാകുകയായിരുന്നു. അങ്ങനെ ശരിയാണ്, അത് വളരെ വ്യക്തമാണ് സിബി. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. NDA-യിലേക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എത്തിയേക്കും എന്നുറപ്പിക്കുന്ന കൂടുതൽ സൂചനകൾ പുറത്തേക്ക് വരുന്നു. ഇപ്പോഴത്തെ മഹാസഖ്യ സർക്കാരിൽ നിന്ന് മാറി BJP-യുടെ പിന്തുണയോടെ ഒരു NDA സർക്കാർ രൂപീകരിക്കാനാണ് ബീഹാറിൽ ഇപ്പോൾ നിതീഷ് ലക്ഷ്യമിടുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകും ഈ സർക്കാരിൽ എന്ന തരത്തിലുള്ള
തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെ. എങ്കിൽ പോലും ഇതിനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വരും സമയങ്ങളിൽ ബീഹാറിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് ഈ വാർത്തകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.